ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായി വരുന്നുണ്ട്. ചെറിയ പീസുകളാക്കിയിട്ട് ചോക്ലേറ്റ് ഇട്ടാൽ വേഗം മെൽറ്റായി കിട്ടും. ചോക്ലേറ്റ് നന്നായിട്ട് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊടുക്കാം. ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ട് നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാണ്. അപ്പം ക്രീം ഫ്രീസറിന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് ലിക്വിഡ് ഫോം ആയതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ബോക്സ് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഷേക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ വെള്ളത്തിൻ്റെ സൗണ്ട് വരും. ഈ ഒരു ഫോമിലാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കേണ്ടി. അപ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ബീറ്ററിൻ്റെ ബ്ലേഡ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്പീഡിൽ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രീം ഇവിടെ ബീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റിഫായി കിട്ടുമൊന്നും വേണ്ട, ലൂസ് ഫോം ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് തിക്കായാൽ മതി. നമ്മളതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയിട്ടുള്ള ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ട് ചോക്ലേറ്റ് മൂസിൻ്റെ ക്രീമാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണിൽ ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചോക്ലേറ്റ് ക്രീം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മളെ ചോക്ലേറ്റ് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുകയാണ്. കട്ട് ചെയ്യാത്ത പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ താഴേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിന് മുകളിലൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് ഇട്ടിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് വശം ആ കട്ട് ചെയ്ത് പൊട്ടിച്ചെടുക്കൂലേ, ആ വശത്തെ ചോക്ലേറ്റാണിത്. നമ്മളത് ഇതുപോലെ മെൽറ്റാക്കി എടുക്കുക കേട്ടോ. ഇതിൽ വിപ്പിംഗ് ക്രീം ഒന്നും ചേർത്തിട്ടില്ല, ഈ ചോക്ലേറ്റ് മാത്രമാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ചോക്ലേറ്റ് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മെൽറ്റ് ചെയ്താൽ മെൽറ്റ് ആകൂല. ഫ്രിഡ്ജിൽ നിന്ന് 2 മണിക്കൂർ മുന്നേ പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷമാണ് ഇതുപോലെ മെൽറ്റാക്കി എടുക്കാൻ. മെൽറ്റാക്കാൻ എടുക്കുന്ന പാത്രം അതുപോലെ സ്പൂണൊക്കെ ഡ്രൈ ആകണം. പിന്നെ അതുപോലെ ഈ അടിയത്തെ വെള്ളം ഈ മുകളിലുള്ള ടിന്നിൽ ഈ ഒരു പാത്രത്തിൽ ടച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ
നമ്മൾ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ബോക്സിലേക്ക് നമ്മൾ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. അതിന് 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. തിളപ്പിച്ചാറിയ പാലാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സിറപ്പാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സിറപ്പാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. നന്നായിട്ട് സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ലെയർ ക്രീം ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇനി ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ടൊന്ന് തണുപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗനാഷ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗനാഷിലേക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള നട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ബദാമാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഗനാഷിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗനാഷാണ് നമ്മൾ മൂന്നാമത്തെ ലെയറായിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാ ഭാഗത്തേക്കും നീക്കി കൊടുക്കണം. മൂന്നാമത്തെ ലെയർ കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഒരു മാക്സിമം ഒരു 3 മിനിറ്റ് എങ്കിലും നല്ല കൂളിങ്ങിൽ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക. ഇതൊന്ന് സെറ്റ് ആകാൻ. നാലാമത്തെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മെൽറ്റ് ചെയ്ത ചോക്ലേറ്റാണ് നമ്മൾ ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഡയറി മിൽക്ക് ചെയ്താലും മതി കേട്ടോ. ഇത് നമുക്കൊന്ന് സെറ്റാകാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ 5ാമത്തെ ലെയർ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 4 ലെയറും സെറ്റായിട്ടുണ്ട്. കുറച്ച് കൊക്കോ പൗഡർ ലൈറ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടി കൊടുക്കുക.